മറ്റ് മേഖലകളിലും ഇപ്പോൾ ടൂറിസം ആയാലും മറ്റേ സയൻസ് ആൻഡ് ടെക്നോളജി, ബയോ സയൻസ്, ഗ്രാഫീൻ ഉൽപ്പന്നം പോലെയുള്ള പദ്ധതികൾ, അതുകൂടാതെ IT സെക്ടറിൽ ഒരുപാട് മറ്റേ മൂലധനം പുറമേ രാജ്യങ്ങളിൽ നിന്ന് ആകർഷിക്കാൻ പറ്റുന്നു. അവരുടെ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് മുഖാന്തരം തുടർച്ചയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റവന്യൂ ഏർണിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഉള്ള ചിലതും ജനങ്ങൾക്ക് അധികം ഇത് പ്രചരണം കിട്ടാത്ത ചില കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ കേരളത്തിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ യഥാർത്ഥ കരുത്തെന്ന് പറയാവുന്നത് ഇവിടെ നിലനിന്ന് വരുന്ന പല വിഭാഗങ്ങളും തമ്മിലുള്ള വളരെ അടുപ്പമുള്ള ബന്ധങ്ങൾ. ഇതിന് ശിഥിലം പറ്റുന്ന രീതിയിൽ ചില സംഭവ വികാസങ്ങൾ ഇല്ലേ എന്നൊരു സംശയം ഉയരുന്നുണ്ട്. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? കാരണം ഇപ്പോൾ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് അന്തസ്സോടെയും ഭദ്രതയോടെയും ജീവിക്കാൻ പറ്റുന്ന അപൂർവം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. പക്ഷേ ഈ മതന്യൂനപക്ഷങ്ങൾ തന്നെ ഇത് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഉദാഹരണത്തിന് അടുത്ത കാലത്തൊരു വലിയൊരു ദുർപ്രചരണം, അത് നമ്മൾ ഇത്തിരി ഒന്ന് നോക്കിയാൽ മനസ്സിലാകും ദുർപ്രചരണമാണെന്ന്. സാറിൻ്റെ ഉത്തരവാദിത്വം ഈ സാറെന്ന് പറയുന്ന ഇത് നടത്തുന്നത് ഇടതുപക്ഷ മുന്നണി അല്ല സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷമാണെന്നുള്ളൊരു ദുർപ്രചരണം നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ വെല്ലുവിളികളെ ഇതൊരു പുതിയൊരു ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ നേരിടുന്നു നിങ്ങൾ? അതിനെപ്പറ്റി എന്താ? ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്നിച്ച് ചോദിച്ചത്. അതിലിപ്പം അവസാനത്തത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് പിന്നെ വിജ്ഞാന നോളജ് എക്കോണമിയുടെ കാര്യം പിന്നെ പറയാം. ഇതിൽ കേരളം എല്ലാ കാലത്തും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകുന്നൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയുടെ ശക്തമായൊരു വിളനിലമായിട്ടാണ് കേരളം നിലകൊള്ളുന്നത്. അത് വെറുതെ ഉണ്ടായതല്ല. കേരളത്തിലെ ഇടതുപക്ഷ സ്വാധീനമാണ് അതിനിടയാക്കിയിട്ടുള്ളത്. വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാടാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ചില്ലറ വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. ആ കാരണത്താൽ തന്നെ എല്ലാ വർഗീയ ശക്തികളും ഒരേപോലെ ശക്തമായി ഇടതുപക്ഷത്തെ എതിർക്കാറുമുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്ത നാടാണ് കേരളം. അത് കൃത്യതയാർന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ വർഗീയ ശക്തികളില്ലാത്ത നാടാണ് കേരളം എന്ന് പറയാൻ പറ്റില്ല. ചില വർഗീയ ശക്തികൾ രാജ്യത്തെ അവരുടെ ഏറ്റവും കരുത്തുറ്റ സംഘടന കേരളത്തിലാണ് എന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് തലവെക്കാനാവുന്നില്ല. അതിന് കാരണം വർഗീയ പ്രശ്നങ്ങൾ വന്നാൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗത്ത് നിൽക്കാൻ തയ്യാറല്ല. വർഗീയതയ്ക്കെതിരെ കടുത്ത നിലപാടാണ്, ശക്തമായ നിലപാട്. അപ്പോൾ അതുകൊണ്ട് തലപൊക്കാനാവുന്നില്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇവിടെ വരുന്ന ഏതൊരാൾക്കും, ഇവിടെ ജീവിക്കുന്ന ഏതൊരാൾക്കും അവരുടെ ആഗ്രഹമനുസരിച്ച് ജീവിക്കുക. ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ആരാധനാലയത്തിൽ പോകണം, അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ആരും അതിനെ ചോദ്യം ചെയ്യില്ല, ഒരു തടസ്സവും ഉണ്ടാവില്ല. രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി അതെല്ലാം നമുക്കറിയാം. ഇപ്പോൾ ഒരുപാട് ആശങ്കകൾ ഉയർന്നു വന്ന ഘട്ടം നമ്മുടെ രാജ്യത്താകെ, ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്ക ഉയർന്ന ഘട്ടം, അതിലൊന്നായിരുന്നു നമ്മുടെ ഈ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യം. അപ്പോൾ പിന്നെ പൗരത്വ നിയമ ഭേദഗതി. ആ പൗരത്വ നിയമ ഭേദഗതിയിൽ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയുണ്ടായത് പൗരത്വത്തിൻ്റെ മാനദണ്ഡമായിട്ട് മതത്തെ കണക്കാക്കുന്ന നില വന്നു. അതിനെ തുടക്കം മുതൽ വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തത് കേരളമാണ്, കേരള ഗവൺമെൻറ്റാണ്. നിയമപോരാട്ടവും നടത്തി അതിനെതിരായിട്ട്. മാത്രമല്ല വലിയ തോതിലുള്ള പൊതുവായ ഇടപെടലുകൾ നടത്തും കേരളത്തിൽ. എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അങ്ങ് പറഞ്ഞ രീതിയിലുള്ള SIRൻ്റെ പ്രശ്നം വന്നത്.
SIR പ്രശ്നം വന്നപ്പോഴും ഈ പറഞ്ഞ വോട്ടവകാശം സംരക്ഷിക്കുക, ആ വോട്ടവകാശം നിഷേധിക്കുന്നതിനെതിരെയുള്ള ശക്തമായ നിലപാടെടുക്കുക, ഇതൊക്കെ കേരളം കൃത്യമായി സ്വീകരിച്ചു പോയിട്ടുണ്ട്. ആ കാര്യത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ മതിപ്പ് LDFനെ കുറിച്ച് ഉണ്ടാക്കുന്നതിനിടയായി. നേരത്തെ അങ്ങനെയായിരുന്നില്ല, കുറേ കാലം മുമ്പ്, ഇപ്പോഴല്ല, ചില തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപാണ്. ഇത് തൊട്ട് മുമ്പിലത്തെ 1-2 തെരഞ്ഞെടുപ്പല്ല ഞാൻ പറയുന്നത്, അതിനു മുമ്പ്. ആ ഘട്ടത്തിൽ ന്യൂനപക്ഷത്തെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ആ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തെ പ്രധാനമായിട്ടും അകറ്റി നിർത്തുന്ന സമീപനം നല്ലൊരു ഭാഗം സ്വീകരിച്ചിരുന്നു. പക്ഷെ അവർക്ക് ഒരുപാട് അനുഭവമുണ്ടായി. ആ അനുഭവത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. കൃത്യമായി വർഗീയതയെ എതിർക്കാൻ തയ്യാറാകുന്ന ഇടതുപക്ഷമാണ്. ഒരു ചാഞ്ചാട്ടവും ഇല്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. ജീവൻ കൊടുത്തും പോരാടാൻ തയ്യാറാവുകയാണ്. പലയിടത്തും ജീവൻ കൊടുത്ത് പോരാടുന്ന ദൃശ്യം അവർ കാണുകയാണ്. ഇതൊക്കെ വന്നപ്പോൾ മനോഭാവത്തിൽ മാറ്റം വന്നു. രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാടിലും ഇടതുപക്ഷം പൊതുവെ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി മനോഭാവത്തിൽ മാറ്റം വന്നു. നല്ലതുപോലെ LDFനെ ഇവിടെ സ്വീകരിക്കുന്ന നില വന്നു. ഇത് വൻതോതിൽ പ്രയാസം ചിലർക്കുണ്ടാക്കി. ആ പ്രയാസമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഇടതുപക്ഷ സ്വാധീനം വരാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടല്ല, രഹസ്യമാണ്, മർമറിങ് ക്യാമ്പയിനാണ്. പലരും വീട്ടിൽ പോയി പറയുകയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വാട്സപ്പ് മെസ്സേജുകൾ അതുപോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, സന്ദേശങ്ങൾ അയക്കുകയാണ്. അപ്പോൾ വളരെ പാവപ്പെട്ടവരുണ്ട് ഒരുപാട് ആളുകൾ. ആ പാവപ്പെട്ടവർ പലതും തെറ്റിദ്ധരിക്കപ്പെടും. അതിൽ ഒരു ഭാഗം നമ്മുടെ ഇവരെയെല്ലാം ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് ഈ SIR നടപ്പാക്കുകയാണ് എന്ന് പറഞ്ഞതാണ്. ഇതൊരിടത്ത് പറഞ്ഞതല്ല, പലയിടത്തായി പ്രചരിപ്പിച്ചിട്ടുണ്ട്, പല സ്ഥലത്തായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അതെ, അത് തയ്യാറാക്കി അതിൻ്റെ ഭാഗമായിട്ട് ആളെ വിട്ടതാണ്, ബോധപൂർവം ചെയ്തതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച കുറേ ആളുകളുണ്ട്. പിന്നെ LDF പ്രവർത്തകർ ചെന്ന് പറയുമ്പോഴാണ്, പിന്നെ ചെന്നപ്പോൾ ചിലർ തുറന്ന് പറയുമല്ലോ, അപ്പോഴാണ് ഇങ്ങനെയൊരു പ്രചരണം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ ചിലർ തുറന്ന് പറയുന്ന നിലയുണ്ടായി. ഒരു മഞ്ചേരിയിലൊരു സംഭവം ഉണ്ടായി, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നു. അങ്ങനെയെല്ലാം പുറത്തു വരുന്ന നില വന്നു. അപ്പോൾ എത്രമാത്രം തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് കാണേണ്ടത്. ഇടതുപക്ഷത്തിനെതിരെ ഒരു വിരോധം സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം പ്രചരണങ്ങൾ നടന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ യേശുന്ന കാര്യമല്ല. കാരണം വീടുകളിൽ ആളുകൾ അറിയുന്ന നില വരുന്നതോടെ ഇതെല്ലാം മാറും. വസ്തുതകൾ അവരുടെ അടുത്ത് എത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാര്യത്തിലൊക്കെ LDF പ്രവർത്തകരോട് പറയുന്നത്, വീടുകളിൽ കാര്യങ്ങൾ എത്തിക്കണം, വസ്തുതകൾ എത്തിക്കണം. യഥാർത്ഥ വസ്തുതകൾ അറിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് ഇടയാകും. ആ ശ്രമം എല്ലാവരും നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല മാറ്റം വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. മറ്റതിൻ്റെ ഈ കേരളത്തെ ഒരു വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റണം, നോളജ് ഇക്കോണമി, നോളജ് സൊസൈറ്റി. ആ ആശയം എങ്ങനെയാണ് രൂപം കൊണ്ടത്? അതെങ്ങനെ മുന്നോട്ട് പോകും? അത് പുതിയ തലമുറയ്ക്ക് വലിയ ഒരു ആകർഷമുള്ളൊരു പദ്ധതിയായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ വിദ്യയുടെ കാര്യത്തിൽ നല്ല താല്പര്യം നവോത്ഥാന കാലം മുതൽക്കേ തുടങ്ങിയതാണല്ലോ. നവോത്ഥാന നായകർ തന്നെ നല്ല ശ്രമമാണല്ലോ അതിനുവേണ്ടി നടത്തിയത്. പിന്നെ ഇനി വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരു തന്നെ പറയുന്ന നിലയുണ്ടായല്ലോ. പിന്നെ പഠിത്തം നിഷേധിച്ച പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാളി ഊരൂട്ടമ്പലം സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ അറിയാമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നവോത്ഥാന കാലത്ത് നടന്നു കാണല്ലോ. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന നിലയാണ് പൊതുവെ ഉണ്ടായത്. അതിനുശേഷം 1956 സംസ്ഥാനം രൂപം കൊള്ളുന്നത്. 57 EMSൻ്റെ ഗവൺമെൻറ്, ആദ്യത്തെ ഗവൺമെൻറ് കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ
അതിലൊരു ഭാഗം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുള്ളതായിരുന്നു. സാർവത്രിക സ്കൂളുകൾ വരികയായിരുന്നു, നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ വരുന്നു, പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നു. അങ്ങനെയെല്ലാം ഉള്ള നടപടികൾ നല്ല രീതിയിൽ ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും പഠിച്ചുയരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പം ഞങ്ങൾ യാദൃശ്ചികമായിട്ട് പറയട്ടെ, ഡിഗ്രി കോഴ്സ് അപ്പോൾ കേരളത്തിൽ പൊതുവേ നമ്മൾ സ്വീകരിക്കുന്ന ഒരു നില അതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ പൊതുവായ അന്തരീക്ഷത്തിൽ കേരളം വേറിട്ട് നിൽക്കുമ്പോൾ ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹമാക്കി മാറ്റാൻ, ഒരു നോളേജ് എക്കോണമിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു നാടാണ് കേരളം എന്നതാണ് നാം കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡറി തലം വരെ നല്ല തോതിൽ വികസിപ്പിച്ചു. കോളേജ് തലത്തിൽ നല്ല വികസനം ഇപ്പോൾ വന്നു. 6000 കോടി രൂപയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചിട്ടുള്ളത്. നല്ല മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരികയാണ്. അതിൻ്റെ ഭാഗമായി നല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോസ്റ്റലുകൾ തന്നെ വരുന്നുണ്ട്. വിദേശത്തു നിന്ന് കുട്ടികൾ വന്നാൽ താമസിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും, ലാബ്, ലൈബ്രറി എല്ലാം നല്ല രീതിയിൽ ഒരുക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിനനുസരിച്ച് നല്ല മാറ്റം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിലാണ് ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് കണക്കാക്കിയത്. അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രാഫിൻ, രാജ്യത്തെ ആദ്യത്തേത് കേരളത്തിലാണ്. അതോടൊപ്പം തന്നെ മൈക്രോബയോ, അതും കേരളത്തിൽ നമ്മൾ സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണല്ലോ. ന്യൂട്രാസ്യൂട്ടിക്കൽസും നമ്മൾ സ്ഥാപിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്, ആ രംഗത്തേക്കും നമ്മൾ കടക്കുകയാണ്. പിന്നെ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി, അതിലേക്കും നമ്മൾ കടക്കുകയാണ്. സസ്റ്റൈനബിലിറ്റി എൻജിനീയറിംഗ് ആൻഡ് കാർബൺ ന്യൂട്രാലിറ്റി, നല്ല രീതിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ വരുവാൻ പോവുകയാണ്. എമർജിങ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്. ഇപ്പം ഇങ്ങനെ നോക്കിയാൽ 13 മികവിൻ്റെ കേന്ദ്രങ്ങൾ കേരളത്തിൽ വരാൻ പോവുകയാണ്. 10 സർവകലാശാലകളിൽ ഗവേഷണങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകൾ 10 സർവകലാശാലകൾ, അതും വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്ന് മാത്രമാണ്, നമ്മുടെ യുവതലമുറക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക, നൈപുണ്യവും അതോടൊപ്പം നൽകുക, അങ്ങനെയുള്ള അവസരങ്ങൾ നല്ലതുപോലെ ഒരുക്കുക. അതിനാണ് നമ്മളിപ്പോൾ തയ്യാറാകുന്നത്. അപ്പോൾ വിജ്ഞാനാധിഷ്ഠിത തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനാവണം. അതിന് ഗവേഷണത്തിൻ്റെയും വികസനത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളാക്കി നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റുക. അപ്പോൾ അങ്ങനെ കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നായിരിക്കും. അത് പൊതുവെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള സെൻറ്റർ ഓഫ് എക്സലൻസുകൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെയായിരിക്കുമെന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. വലിയ മാറ്റമായിരിക്കും. ഇപ്പോൾ ഏതായാലും ഇത്രയും വലിയ നേട്ടങ്ങളെ പറ്റിയും നേടിയ എന്താ പറയുക വെല്ലുവിളികളെ പറ്റിയൊക്കെ താങ്കൾ വിശദീകരിച്ചു. ഇപ്പോൾ വീണ്ടും ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണ തുടർച്ച ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഒരു വാദം പ്രതിപക്ഷം അല്ലെങ്കിൽ ഓപ്പോസിഷൻ്റെ ഒരു വാദം ഈ ഭരണ തുടർച്ച എന്ന് പറയുന്നത് പവറിൽ കടിച്ചു തൂങ്ങാനുള്ള ഒരു സ്ലോഗൻ മാത്രമാണ് എന്നുള്ളതുണ്ട്. പക്ഷെ ഭരണ തുടർച്ച എന്നതിൻ്റെ പ്രസക്തി താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് ശരിക്കും? ഭരണ തുടർച്ചയുടെ ഭാഗമായിട്ട് കേരളത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞ മാറ്റങ്ങൾ ചെറുതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല 2016 മുൻപുള്ള അവസ്ഥയെടുത്താൽ
ഒരു രാജ്യത്തെ സ്ഥാപനങ്ങൾ ഒരു 100 എണ്ണത്തെ എടുത്താൽ അതിനകത്ത് കേരളത്തിലുള്ള ഒരു സ്ഥാപനത്തെയും കാണാൻ കഴിയില്ല. എന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമല്ല, പക്ഷേ ഉയർന്ന നിലവാരത്തിലില്ല. ഇതായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ. ഞങ്ങൾ ആ രംഗത്ത് ബോധപൂർവമായി തന്നെ നടപടികളെടുത്തു. ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വന്നു, അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കടന്നു. വലിയ മാറ്റങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചത്. രാജ്യത്തെ ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ രംഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗം മാറിയിട്ടുണ്ട്. അതിന് ഒന്ന് കോളേജുകളുടെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ശേഷി വർദ്ധിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ നടപടി സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം നല്ല രീതിയിലുള്ള പിന്തുണ സംസ്ഥാന സർക്കാർ നൽകുന്നുമുണ്ട് ഈ രംഗത്ത്. ഇപ്പോൾ സർവകലാശാലകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, 13 മികവിൻ്റെ കേന്ദ്രങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഒരു ഭരണം അത്യാവശ്യമാണ്. തീർച്ചയായും. അതായത് അല്ലെങ്കിൽ ഈ മാറ്റം വന്നത് ഈ 2021 തുടർഭരണം കൊണ്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പിന്നെ ആദ്യ ഘട്ടത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കോളേജുകൾ ആദ്യത്തെ 100 എണ്ണം എടുത്താൽ 18 എണ്ണം ഇപ്പം കേരളത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം ഇപ്പോൾ വ്യവസായ രംഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്തിനധികം പറയുന്നു, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു തുറമുഖമൊന്നുമല്ലല്ലോ പറയുന്നത്, രാജ്യത്തിൻ്റെ തുറമുഖമല്ല, ലോകത്തെ തന്നെ അപൂർവ തുറമുഖങ്ങളിലൊന്നല്ലേ അത്. ആ തുറമുഖം നടപ്പാക്കാൻ പുറപ്പെട്ടപ്പോൾ അതിന് എതിർപ്പുണ്ടായല്ലോ, വലിയ തോതിൽ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായല്ലോ. പക്ഷേ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. ഇപ്പോൾ വൻതോതിൽ 17 വർഷത്തെ സമയം ലാഭിക്കുകയാണ് അതിൻ്റെ എല്ലാ അവസാന ഘട്ടം പൂർത്തിയാക്കാൻ. അതിനുവേണ്ടിയുള്ള പിന്നെ ധാരണയിൽ അദാനിയുമായിട്ട് ധാരണയിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 LDFനെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കുന്നതിനിടയായത് ജനങ്ങളുടെ ബോധ്യമാണ്. അന്ന് LDF അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി അഴിച്ചുവിട്ട പ്രചരണങ്ങൾ കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നല്ല സഹായം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും കിട്ടിയിരുന്നു ഇവിടെ LDFനെ വേട്ടയാടാൻ വേണ്ടി. ഇതെല്ലാം വന്നപ്പോൾ കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ അവർക്ക് നല്ല ശേഷിയുള്ളത് കൊണ്ട് വലിയ തോതിലുള്ള പ്രചരണമാണ് അഴിച്ചുവിട്ടത്. അങ്ങനെ LDF പൂർണ്ണമായി തകരാൻ പോകുന്നു എന്നുള്ള ചിത്രമായിരുന്നു. ഒരുപാട് കള്ളക്കഥകൾ കേട്ടിട്ടില്ലേ, ബിരിയാണി ചെമ്പറ്റിയൊക്കെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു പ്രചരിപ്പിച്ചത്. പക്ഷെ ജനങ്ങൾ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതാണ് എൻ്റെ ഒരു ബോധ്യം. ഞങ്ങൾ എപ്പോഴും ജനങ്ങളുടെ കൂടിയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാമെന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം. അപ്പോൾ അത് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളാണ് അന്തിമ വിധികർത്താക്കൾ.